യേശുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം പെസഹ തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. തെയോസ് എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. ഈ തെയോസ് വിശുദ്ധവാര ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ചും ദൈവം ഈ ഭൂമിയിൽ ചെയ്ത മഹാകാര്യങ്ങളെക്കുറിച്ചുമാണ് നാം ധ്യാനിക്കുന്നത്. പെസഹ തിരുനാൾ ദിവസം നാം പ്രധാനമായും ധ്യാനിക്കുന്നത് രണ്ട് സംഭവങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. രണ്ടാമതായി ഈശോ തൻ്റെ ശരീരവും രക്തവും മനുഷ്യർക്ക് ജീവാഹാരമായി നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സംഭവം വിവരിക്കപ്പെട്ടിരിക്കുന്നു. പെസഹ തിരുനാളിൻ്റെ ദിവസം ലോകമെമ്പാടും ദേവാലയങ്ങളിൽ യേശു ചെയ്ത ഈ കാര്യം അനുസ്മരിച്ചുകൊണ്ട് 12 ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന കർമ്മം നടക്കുന്നു. ഈ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശു തന്നെ എളിമപ്പെടുത്തി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. യേശു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകപ്പെടാനും വേണ്ടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വചനത്തിലും മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വചനത്തിലും ഈശോ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞ ആ വാക്കുകൾ ഈശോ ശിഷ്യരുടെ മുമ്പിൽ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. ബലഹീനരായ, പാപികളായ, കുറവുകളും അയോഗ്യതകളുമുള്ള ശിഷ്യന്മാരുടെ മുൻപിൽ ഈശോ ചെറിയവനായി, എളിയവനായി, ദാസന്റെ രൂപത്തിൽ അവരുടെ പാദങ്ങൾ കഴുകുന്നു. ഈ ലോകത്തിൻ്റെ അധികാരിയായിരുന്നിട്ടും രക്ഷകനായിരുന്നിട്ടും ദൈവപുത്രനായിരുന്നിട്ടും സാധാരണ മനുഷ്യരുടെ മുമ്പിൽ തന്നെ താഴ്ത്തി ഈശോ വലിയ ഈ കാര്യം ചെയ്യുന്നു. ഇത് ചെയ്തതിനു ശേഷം ഈശോ അവരോട് പറയുന്നതാണ് നാം ഇന്ന് മാതൃകയായി സ്വീകരിക്കേണ്ടത്. നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഗുരുവായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴുകുകയും ശുശ്രൂഷ ചെയ്യുകയും വേണം. ഈ ലോകത്തിൽ ഒരുപക്ഷെ ഒരു മനുഷ്യനും ഒരു നേതാവും ഒരു ഗുരുവും പറഞ്ഞിട്ടില്ലാത്ത വലിയ ഒരു ആദർശം ഈശോ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട വലിയ ഒരു ആദർശമാണിത്. മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് ശുശ്രൂഷ ചെയ്ത് യേശുവിൻ്റെ യഥാർത്ഥ സ്നേഹം നാം കാണിച്ചു കൊടുക്കണം. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മാതൃരാജ്യത്ത് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു, പാസ്റ്റർമാരും പുരോഹിതരും പീഡിപ്പിക്കപ്പെട്ടു. അവരൊക്കെ പ്രതികരിച്ച വിധം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശാന്തമായി തിരിച്ച് ഒരു പ്രകോപനവുമില്ലാതെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണെന്ന രീതിയിൽ അവർ പ്രതികരിച്ചു. ഇതാണ് ഏറ്റവും ശക്തമായ പ്രതികരണം. ഇതാണ് ഏറ്റവും ശക്തമായ മറുപടി. ആക്രമണത്തിനുള്ള, പീഡനത്തിനുള്ള മറുപടി തിരിച്ച് പീഡിപ്പിക്കലോ ആക്രമിക്കലോ അല്ല, മറിച്ച് യേശു നമ്മെ പഠിപ്പിച്ച ആ ശുശ്രൂഷയുടെ മനോഭാവമാണ് എന്ന് അവർ തെളിയിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ളതും ഈ മാതൃക തന്നെയാണ്. ഇത് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും യേശുവിൻ്റെ ഈ മനോഭാവം സ്വായത്തമാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ
നമുക്ക് യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ഇതിനെക്കുറിച്ച് ജനത്തെ പ്രബോധിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾ സ്വന്തമാക്കുവിൻ. അവൻ തന്നെ താഴ്ത്തി മറ്റുള്ളവരുടെ ശുശ്രൂഷ ചെയ്തു. അവൻ ദാസനായി കാണപ്പെട്ടു. മറ്റുള്ളവരെ തങ്ങളെക്കാൾ വലിയവരായി കണ്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ ഈ വലിയ മാതൃക പിൻചെന്ന് ഇന്ന് നാം നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലും പ്രവർത്തന മേഖലകളിലും സമൂഹത്തിലും വലിയ സ്വാധീനമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ പ്രതാപമോ കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ ശുശ്രൂഷ കൊണ്ട്, സേവന മാതൃക കൊണ്ട് വലിയ സ്വാധീനമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് യേശു പറഞ്ഞത് അതുകൊണ്ടാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന 2-ാമത്തെ സംഭവം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. തൻ്റെ ശരീര രക്തങ്ങൾ ജീവാഹാരമായി നൽകിക്കൊണ്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ വിശ്വാസ വഴിയിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്. നാം ജീവിക്കുന്നത് കുർബാന വഴിയാണ്. നമ്മൾ ശക്തി സംഭരിക്കുന്നത് കുർബാനയിൽ നിന്നാണ്. ഈ കുർബാനയാണ് നമ്മെ ജീവനിലും വിശ്വാസത്തിലും നിലനിർത്തുന്നത്. എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് നൽകിയത്? ഈ ശരീര രക്തങ്ങൾ വഴി, വിശുദ്ധ കുർബാന വഴി നമുക്ക് എന്തെല്ലാം ആധ്യാത്മിക നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും യേശുവിൻ്റെ ശരീര രക്തങ്ങൾ വഴി നമുക്ക് 3 ആധ്യാത്മിക നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നാമതായി, യേശുവിൻ്റെ ശരീര രക്തങ്ങൾ വഴി, വിശുദ്ധ കുർബാന വഴി നമുക്ക് പാപമോചനം ലഭിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച അവസരത്തിൽ ഈശോ പറയുന്നു, ഇത് അനേകരുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. ഈ രക്തം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണ്. അപ്പോൾ ഈശോയുടെ ശരീര രക്തങ്ങളിലൂടെ ആദ്യമായി ലഭിക്കുന്നത് പാപമോചനമാണ്. യേശു തന്നെ ബലിയർപ്പിച്ചത് മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടിയാണ്. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു തന്നെ ബലിയർപ്പിച്ചത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ജന്തുക്കളുടെ ബലിയർപ്പിക്കുമായിരുന്നു. ഇസ്രായേൽ ജനം എല്ലാ വർഷവും പാപപരിഹാര ദിനം ആചരിക്കുമായിരുന്നു. എന്നാൽ അവർ അർപ്പിച്ചത് ജന്തുക്കളുടെ രക്തമായിരുന്നു. പുതിയ നിയമത്തിൽ ഈശോ ജനങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി, ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പുതിയ കുഞ്ഞാടായി തന്നെ ബലിയർപ്പിച്ച് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലും 1-ാം അധ്യായം 36-ാമത്തെ വചനത്തിലും സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ശരീരവും രക്തവും ഈ ലോകത്തിന് വേണ്ടി അർപ്പിച്ച് അതിലൂടെ പാപമോചനം നൽകി. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങൾ വഴി നമ്മളും പാപമോചനം പ്രാപിക്കുന്നു. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ആധ്യാത്മിക നേട്ടം. രണ്ടാമതായിട്ട്, യേശുവിൻ്റെ ശരീര രക്തങ്ങൾ വഴി, വിശുദ്ധ കുർബാന വഴി നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു, ദൈവിക ജീവൻ ലഭിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വചനങ്ങളിൽ ഈശോ പറയുന്നു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകും. അന്തിമ ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. കാരണം എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. എത്ര ശക്തമായി വ്യക്തമായി ഈശോ സംസാരിക്കുന്നു. യേശുവിൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, യേശുവിൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. നമുക്കറിയാം,
നമുക്ക് ശാരീരിക ജീവൻ ഉണ്ടാകണമെങ്കിൽ, ആരോഗ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ നിരന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണം. ശാരീരികമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ജീവനെ നാം നിലനിർത്തുന്നത്. നമ്മൾ ഭക്ഷിക്കുന്നില്ല എങ്കിൽ, നമ്മൾ പാനം ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ജീവൻ ഇല്ലാതാകും. അതുപോലെ തന്നെയാണ് ഈശോ ആധ്യാത്മിക ജീവനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്, പലതരത്തിലുള്ള പാനീയങ്ങളുണ്ട് നമ്മുടെ ശാരീരിക ജീവൻ നിലനിർത്താൻ വേണ്ടി. എന്നാൽ നമ്മുടെ ആധ്യാത്മിക ജീവൻ നിലനിർത്താൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരേ ഒരു ശരീരമേ ഉള്ളൂ, ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവുമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന്, യേശുവിൻ്റെ ശരീര രക്തങ്ങൾ വഴിയാണ് നാം ജീവൻ പ്രാപിക്കുന്നത്. രക്തം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവന്റെ അടയാളമാണ്, ജീവന്റെ സങ്കേതമാണ് രക്തം. രക്തത്തിലാണ് ജീവൻ കുടികൊള്ളുന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പാപമോചനത്തിനു വേണ്ടി അവർ രക്തം അർപ്പിച്ചത്. യേശുവിൻ്റെ രക്തത്തിലാണ് ജീവൻ കുടികൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് ദൈവിക ജീവൻ നമുക്ക് ലഭിക്കുന്നത്. പാപം വഴി നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ വീണ്ടും ഈശോ തിരിച്ചു നൽകുന്നത് ഈ ശരീര രക്തങ്ങളിലൂടെയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്തിപൂർവം സ്വീകരിക്കുകയും അവയിലൂടെ നമ്മൾ നിത്യജീവൻ പ്രാപിക്കുകയും വേണം. മൂന്നാമതായിട്ട്, വിശുദ്ധ കുർബാന വഴി ദൈവവുമായി ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നു. ഒരു ആധ്യാത്മിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവവുമായി അടുത്തു നിൽക്കുക എന്നതാണ്. ദൈവൈക്യം പ്രാപിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക ചിന്ത. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിനു ശേഷം ദൈവം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവവായു ശ്വസിക്കുകയും അവൻ ജീവനുള്ളവനായി തീരുകയും ചെയ്തു. ഇങ്ങനെ ജീവനുള്ളവനായി തീർന്ന മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് ദൈവസന്നിധിയിലെത്താൻ വേണ്ടി നിരന്തരം ദാഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദൈവവുമായി ഐക്യം പ്രാപിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആധ്യാത്മിക ചിന്തയും ഏറ്റവും വലിയ ആധ്യാത്മിക ദാഹവും. അങ്ങനെ ദൈവവുമായി ഐക്യം പ്രാപിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവവുമായി ഐക്യം പ്രാപിക്കാൻ പലരും പല മാർഗങ്ങളും പറയാറുണ്ട്. പ്രാർത്ഥന ദൈവവുമായി ഐക്യം പ്രാപിക്കാൻ സഹായിക്കുന്നതാണ്. ധ്യാനം ദൈവവുമായി ഐക്യം പ്രാപിക്കാൻ സഹായിക്കുന്നതാണ്. നിശബ്ദതയിൽ ചിന്തിക്കുന്നത് ദൈവവുമായി ഐക്യം പ്രാപിക്കാൻ സഹായിക്കുന്നതാണ്. പല വിഭാഗങ്ങൾക്കും പല രീതിയിലുള്ള ഇതുപോലെയുള്ള അനേകം മാർഗങ്ങളുണ്ട്. എന്നാൽ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി ഐക്യം പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ് വിശുദ്ധ കുർബാന. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവൻ യേശുവുമായി ഒന്നായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നത് വഴി യേശുവിൽ വസിക്കാൻ നമുക്ക് സാധിക്കുന്നു. തന്നെയുമല്ല, യേശു നമ്മിലും വസിക്കുന്നു. അങ്ങനെ നമ്മളും യേശുവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ സാധിക്കുന്നു. ദൈവൈക്യം പ്രാപിക്കാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗം ഈ ഭൂമിയിൽ ഇല്ല. ദൈവൈക്യം പ്രാപിക്കാൻ ഈ ഭൂമിയിലെ ആർക്കും ഇതിനേക്കാൾ നല്ലൊരു മാർഗം കാണാൻ സാധിക്കില്ല, ഭാവനയിൽ പോലും ഓർക്കാൻ സാധിക്കില്ല. അതുപോലെ ഒരു മാർഗമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ ശരീര രക്തങ്ങൾ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അവനുമായി ഒന്നായി ചേരാൻ. യേശു നൽകുന്ന ഏതെങ്കിലും ഒരു പ്രസാദമല്ല, യേശുവിനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവും. ഇതാണ് യേശു നമുക്ക് പകർന്ന് നൽകുന്നത്. അങ്ങനെ യേശുവുമായി ഒന്നായി തീരാൻ നമുക്ക് സാധിക്കുന്നു. ഈ ദൈവൈക്യമാണ് നമ്മുടെ മരണശേഷവും തുടരുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ ദൈവവുമായി ഐക്യപ്പെടുന്ന ഒരു വ്യക്തിക്ക്
മരണശേഷവും ആ ഐക്യം തുടരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം വിശുദ്ധ കുർബാനയിലൂടെ യേശുവുമായി ഒന്നായി ചേർന്നവന് പിന്നീട് മരണമില്ല, മാറ്റമില്ല. കാരണം യേശു എന്നും നിലനിൽക്കുന്നവനാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ യേശുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര നാളാണ് നമ്മൾ ജീവിക്കുന്നത്? യേശു ജീവിക്കുന്നിടത്തോളം നമ്മളും ജീവിക്കും. യേശു എത്ര നാൾ ജീവിക്കും? നിത്യകാലം ജീവിച്ചിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ശാശ്വത ജീവനുണ്ടെന്ന്, നിത്യജീവനുണ്ടെന്ന് വിശുദ്ധ കുർബാന നമുക്ക് നിത്യജീവൻ നൽകുന്നു എന്ന് നാം വിശ്വസിക്കുന്നത്. ഒരു ഒട്ടുചെടി മറ്റൊരു ചെടിയോട് ചേർത്ത് വെച്ച് 2 ചെടികൾ ചേർത്ത് ഒരു ചെടിയാക്കി തീർക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ, യേശുവിൻ്റെ രക്തം നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ നമ്മൾ ഒന്നാകുന്നു. ഇങ്ങനെ ഒന്നായി തീർന്നതിന് ശേഷം പിന്നീട് ഒരു മാറ്റമില്ല. പിന്നീട് നമ്മൾ അതിൽ നിന്നും വേർതിരിക്കപ്പെടുകയില്ല. നമ്മൾ നിരന്തരം യേശുവിനോട് ചേർന്ന് ജീവിക്കും, യേശുവിലായിരിക്കും. അങ്ങനെ നമുക്ക് നിത്യജീവൻ ലഭിക്കും. അപ്പോൾ ദൈവവുമായി ഒന്നു ചേരാൻ നമ്മെ സഹായിക്കുന്നതാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ 3 ആധ്യാത്മിക നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് വിശുദ്ധ കുർബാന. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന കൂദാശയായിരിക്കും. എന്നും വേണമെങ്കിൽ സ്വീകരിക്കാം. അതാണ് ഈ കൂദാശയുടെ പ്രാധാന്യം. ഈശോ പലപ്പോഴും തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവാഹാരമാണ്, മനുഷ്യരുടെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ് എന്ന്. വാസ്തവത്തിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ അവസരത്തിൽ തന്നെ ഇത് പ്രതീകാത്മകമായി സൂചിപ്പിക്കപ്പെട്ടിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യേശു പിള്ളക്കച്ചയിൽ പൊതിയപ്പെട്ട് പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈശോയെ പുൽത്തൊട്ടിയിൽ കിടത്തിയത്? അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നത് ഒരു സാധാരണ അർത്ഥമാണ്, ഒരു പ്രായോഗിക കാരണമാണ്. എന്നാൽ അതിനൊരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. പുൽത്തൊട്ടി എന്താണെന്ന് നമുക്കറിയാം. ജന്തുക്കൾക്ക് ആഹാരം നൽകുന്ന സ്ഥലമാണ്. ജന്തുക്കൾ ആഹാരം തേടുന്നത് പുൽത്തൊട്ടിയിലാണ്. ജന്തുക്കളെ തൃപ്തിപ്പെടുത്തുന്ന ആഹാരം നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ഈ പുൽത്തൊട്ടി. അവിടെ നിന്നാണ് ജന്തുക്കൾ ആഹാരം തേടുന്നതും വയറ് നിറയ്ക്കുന്നതും സംതൃപ്തി കണ്ടെത്തുന്നതും. ആ സ്ഥലത്ത് ഈശോയെ കിടത്തുകയാണ്. ഇനി ആ പ്രദേശമോ ബെത്ലഹമാണ്. ബെത്ലഹം എന്ന ആ പട്ടണത്തിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ പുൽത്തൊട്ടിയിൽ ജന്തുക്കൾ ആഹാരം തേടുന്ന സ്ഥലത്ത് യേശുവിനെ കിടത്തുന്നു. പ്രതീകാത്മകമായി ഇത് സൂചിപ്പിക്കുന്നത് യേശു പിന്നീട് ജീവാഹാരം ആകുവാൻ ഉള്ളവനാണ് എന്നതാണ്. ജന്തുക്കൾക്ക് ആഹാരം നൽകുന്ന സ്ഥലത്ത്, ജന്തുക്കൾക്ക് ആഹാരം നൽകി അവരെ തൃപ്തിപ്പെടുത്തുന്ന സ്ഥലത്ത് യേശു ജനിച്ചത് മനുഷ്യർക്ക് ആഹാരം നൽകാൻ പോകുന്നവനാണ് ഇവൻ എന്ന് സൂചിപ്പിക്കാനാണ്. മനുഷ്യർക്ക് ജീവാഹാരമായി മാറാൻ പോകുന്നവനാണ് യേശു എന്ന് ചിന്തിപ്പിക്കാനാണ്. ഈ ലോകത്തിൻ്റെ ജീവാഹാരം, ഈ ലോകത്തിന് ജീവൻ നൽകുന്നവൻ, മനുഷ്യർക്ക് ജീവൻ നൽകി പരിപോഷിപ്പിക്കുന്നവനാണ്. ഇതാ ജന്തുക്കൾ ആഹാരം തേടുന്ന ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രതീകാത്മകമായി ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഈശോയാണ് പിന്നീട് തൻ്റെ ശരീരവും രക്തവും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ജീവന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ വിശുദ്ധ കുർബാനയിലാണ് നാം നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിലാണ് നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കേണ്ടത്? ഈ വിശുദ്ധ കുർബാനയുടെ മഹത്വത്തെക്കുറിച്ചും ഈ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. ഈ പ്രാധാന്യം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്ന രീതിയിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് 1-ാം ലേഖനം
11-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ച് 28-ാമത്തെ വചനത്തിൽ പറയുന്നു, അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിന് ശേഷമേ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ. കാരണം ഇത് പരിശുദ്ധമാണ്, ഇത് ജീവൻ നൽകുന്നതാണ്, ഇത് ശക്തി നൽകുന്നതാണ്, ഇത് കൃപ നൽകുന്നതാണ്, നിത്യജീവൻ നൽകുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ ഹൃദയം ഒരുക്കിയതിനു ശേഷമാണ് ഈ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കേണ്ടത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോൾ ജീവാഹാരമായ യേശുവിനെ നാം കണ്ടുമുട്ടുമ്പോൾ, ജീവിക്കുന്നവനായ യേശുവിനെ നാം കണ്ടുമുട്ടുമ്പോൾ ആ ജീവാഹാരം സ്വീകരിക്കണമെങ്കിൽ ഒരുക്കത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ നാം പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോ സജീവമായി കുർബാനയിൽ സന്നിഹിതനാണ്. തിരുവോസ്തിയിൽ ഈശോ സത്യമായും സന്നിഹിതനായിരിക്കുന്നു. ഈ യേശുവിനെ കാണണമെങ്കിൽ നാം വിശുദ്ധമായ ഹൃദയത്തോടെ നോക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോ സത്യമായും വിശുദ്ധ കുർബാനയിലുണ്ട്. തിരുവോസ്തിയിൽ ഈശോ ഉണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ യേശുവിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്. എന്നാൽ ആർക്കാണ് അത് കാണാനും അനുഭവിക്കാനും സാധിക്കുക? ആരൊക്കെയാണോ വിശുദ്ധിയോടെ അവയെ സമീപിക്കുന്നത് അവർക്കാണ് യേശുവിൻ്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ കാണാനും അനുഭവിക്കാനും സാധിക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഈശോയുടെ അതേ സജീവമായ സാന്നിധ്യം ഇന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നവർക്ക് ആത്മാവിൻ്റെ ആഴങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചലനങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. കാരണം യേശു വിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കാലത്തിന് മാറ്റമുണ്ട്, ലോകത്തിന് മാറ്റമുണ്ട്, ചരിത്രത്തിന് മാറ്റമുണ്ട്, എന്നാൽ യേശുവിന് മാത്രം മാറ്റമില്ല. ഒരുപക്ഷേ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഈ ചെറിയ ഓസ്തിയിൽ എങ്ങനെയാണ് യേശുവിന് സന്നിഹിതനായിരിക്കാൻ സാധിക്കുക? യേശു സ്ഥലത്തെയും സമയത്തെയും അതിജീവിക്കുന്നവനായതുകൊണ്ട് യേശുവിന് ഈ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വചനത്തിലും 20-ാം അധ്യായം 26-ാമത്തെ വചനത്തിലും യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നു. എന്നാൽ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യേശു പ്രത്യക്ഷപ്പെട്ടത് ശിഷ്യന്മാർ കതകുകൾ അടച്ച് മുറിക്കുള്ളിൽ അകത്തായിരിക്കുമ്പോഴാണ്. യേശു വന്നപ്പോൾ ആരും വാതിൽ തുറന്നു കൊടുത്തില്ല. യേശു വന്നപ്പോൾ പ്രവേശിക്കാൻ മറ്റൊരു വാതിൽ ഉണ്ടായിരുന്നില്ല. അടഞ്ഞു കിടന്ന മുറിയിലേക്ക് യേശു എങ്ങനെയാണ് പ്രവേശിച്ചത്? വാതിലുകൾ അടഞ്ഞു കിടക്കുമ്പോൾ തന്നെയാണ് യേശു അകത്തേക്ക് പ്രവേശിച്ചത്. കാരണം അത് യേശുവിൻ്റെ മഹത്വം പ്രാപിച്ച ശരീരമായിരുന്നു. മഹത്വം പ്രാപിച്ച യേശുവിൻ്റെ ശരീരത്തിന് സ്ഥലത്തെയും സമയത്തെയും അതിജീവിക്കാൻ സാധിക്കും, മറികടക്കാൻ സാധിക്കും. അങ്ങനെ സ്ഥലത്തെയും സമയത്തെയും മറികടക്കാൻ സാധിക്കുന്ന യേശുവിൻ്റെ മഹത്വം പ്രാപിച്ച ശരീരമാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നു, ഇതാ ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഈശോ എങ്ങനെയാണ് ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നത്? വിശുദ്ധ കുർബാനയിലൂടെ. ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനാണ്. ഈശോയെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും, ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും, ഈശോയുടെ ശരീര രക്തങ്ങളിലൂടെ ജീവൻ പ്രാപിക്കാനും നമുക്ക് സാധിക്കും. അതിനാൽ ഈ പെസഹ തിരുനാൾ ദിവസം പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നമുക്ക് വിശ്വാസത്തോടും സ്നേഹത്തോടും സ്വീകരിക്കാം. നമ്മൾ ജീവിക്കണമെങ്കിൽ അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും വേണം. ശാരീരികമായി ജീവിച്ചിരിക്കാൻ മറ്റു പല ഭക്ഷണപദാർത്ഥങ്ങളും നമ്മെ സഹായിച്ചേക്കാം. എന്നാൽ നിത്യജീവൻ പ്രാപിക്കാൻ ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവാഹാരമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഈ വിശ്വാസത്തോടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി
ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം കർത്താവ് നമ്മുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. കാരണം വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. അതിനാൽ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങാണ് ജീവാഹാരം എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈസ്റ്റർ ഒരുക്ക ധ്യാനത്തിലെ ഈ ചിന്തയിലൂടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ആ വിശുദ്ധ കുർബാനയിലൂടെ ജീവൻ പ്രാപിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.